Pure off-road. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ പോകുന്ന ട്രിപ്പ് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഹെവൻ ശരിക്കും എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇടുക്കിയിലെ പശുപ്പാറ അല്ലെന്നുണ്ടെങ്കിൽ ആലമ്പള്ളി എന്ന പ്ലേസിലേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഏർലി മോർണിംഗ് 5:30. നമ്മൾ പോകുന്ന റൂട്ട് മാവേലിക്കര, ചങ്ങനാശ്ശേരി, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കുട്ടിക്കാനം, ഏലപ്പാറ വഴിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ കുട്ടിക്കാനം ടൗണിലെത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഏലപ്പാറ എത്തിയിരിക്കുകയാണ്. ഏലപ്പാറ വളരെ ശരിക്കുമുള്ളൊരു മെയിനൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ഈ ലെഫ്റ്റ് വാഗമൺ, ഈരാറ്റുപേട്ട, പിന്നെ കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന ഇതുവഴിയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ മാർക്കറ്റിങ്ങിനൊക്കെ വരുന്ന സമയമാണ്. കാരണം ഇവിടെ ഈ അധികം ദൂരെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു മെയിൻ ഒരു ഹബ്ബാണിത്. നമുക്ക് ശരിക്കും പോകേണ്ട പശുപ്പാറ ഈ റൂട്ടാണ്. ഉപ്പുതറ, പശുപ്പാറ, ആലമ്പള്ളിക്ക് പോകുന്ന വഴി ഇതാണ്. താഴോട്ടുള്ള വഴി ഗോയിങ് ടു മുണ്ടക്കയം, കട്ടപ്പനയ്ക്കുള്ള വഴിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടാണ് ഗൈസ്. ഞാനൊരു ബിഫോർ ഒരു 2 years ഞാൻ ഇതുവഴി പോയപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ വഴിയൊന്നും നന്നാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഗൈസ് ഈ കാണുന്ന ഇതൊരു വലിയൊരു യൂട്ടേൺ ആണ്. പണ്ട് ഞങ്ങൾ ഇതുവഴി ബസ്സിന് പോകുമ്പോൾ ഈ വളവിന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒടിച്ചു കുത്തി വളവെന്നാണ്. കാരണം ബസ് ഇവിടെ ഒടിഞ്ഞു പോകത്തില്ല. ബസ് ഈ എൻഡിൽ വരും, പിന്നെ ബാക്കിലേക്ക് പോയിട്ടായിരുന്നു ഇവിടെയും അവിടെയും തിരിയാറുള്ളത്. സോ ഇത് ഒടിച്ചു കുത്തി വളവ്. KL 31. ബ്യൂട്ടിഫുൾ. നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ട് വാഗമൺ അല്ലാന്നുണ്ടെങ്കിൽ പരുന്തുംപാറ, കുട്ടിക്കാനം അവിടെയൊക്കെ കറങ്ങിയിട്ട് മാത്രമാണ് പോകാറുള്ളത് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഇതുവഴിയുള്ള റൈഡ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ടതാണ്. ഇതുവഴി ഇപ്പോൾ ബസ് റൂട്ടുണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ ബസ്സൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഏറെ ബസ്സുണ്ടോയെന്നൊന്നും അറിയില്ല. എങ്കിലും ജീപ്പുകൾ സർവീസ് നടത്താറുണ്ട്. ഏലപ്പാറ ടു പശുപ്പാറ. ഈ പശുപ്പാറയിലുള്ള ഒരു എസ്റ്റേറ്റാണ് ആലമ്പള്ളി എസ്റ്റേറ്റ്. ഇപ്പോൾ അതെല്ലാം AVT-കാരും ബെയിലീഫ് എന്നോ മറ്റോ ആണ് അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മൾ സമയമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഔട്ട്ലെറ്റ് വഴി ഒന്ന് പോയിട്ട് വരാം. അത് നല്ലൊരു ഹോൾട്ടിംഗ് സ്പോട്ടായിട്ട് അവരവിടെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്തിയേക്കുന്നതാണ് ചെമ്മണ്ണ്. പണ്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഓഡിറ്റോറിയമൊക്കെ. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് റൈറ്റ് സൈഡിൽ. യെസ്, അന്നപൂർണേശ്വരി ക്ഷേത്രം. ഗൈസ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ? ഇത് വാഗയാണോ വാഗമരമാണെന്ന് തോന്നുന്നു. ആ ചുമന്ന പൂക്കളൊക്കെ ആയിട്ട്. കാറ്റാടിമരം കണ്ടിരിക്കുന്നു. കാറ്റാടിമരം കണ്ടു. ഓക്കെ, ഈ മരങ്ങളൊക്കെ എത്ര വർഷം പഴക്കമുള്ളതെന്നറിയോ? ഈ ലയങ്ങളൊക്കെ നോക്കി ഇതിൻ്റെയൊക്കെ
ഓൾമോസ്റ്റ് ലൈഫെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇതുവഴി പോകുമ്പോൾ ഈ ലയങ്ങളൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു. ഒരു റെനോവേഷൻ ഇല്ല, ഒന്നുമില്ല. ഇവിടെയൊക്കെ എങ്ങനെ ആൾക്കാർ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുമ്പം ഏറ്റവും കൂടുതലും ഹോണ്ട് ചെയ്യപ്പെടുന്നത് ഈ ലയങ്ങളെ പോലുള്ള പഴയ കെട്ടിടങ്ങളിൽ ഒട്ടും സേഫ്റ്റി ഇല്ലാതെ താമസിക്കുന്ന ആൾക്കാരാണ്. ഈ കുരിശടിയിൽ നിന്ന് ലെഫ്റ്റ് ചീന്തലാർ. ഇവിടെയാണ് ചീന്തലാർ, റൈറ്റ്. പശുപ്പാറ ഓക്കെ. ഇവിടെ അല്പം റോഡ് മോശമാണ്. പഴയ ഒരു മാരുതി 800 പോകുന്നുണ്ട്, KRH രജിസ്ട്രേഷൻ. അത്യാവശ്യം ഓഫ് റോഡിങ് ഉണ്ട്. ബ്ലോക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വഴിയാണിത്. അവർക്ക് മനസ്സ് തോന്നുമ്പോൾ അവർ ചെയ്യും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ന്യൂസിനകത്തൊക്കെ കണ്ടു, ഇവിടെ ഇതെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിലും ഒക്കെ കണ്ടു, ഈ പശുപ്പാറയിലേക്കുള്ള വഴിയുടെ ദയനീയമായ അവസ്ഥ. ഇതൊരു ഫസ്റ്റ് ഗ്ലിംസ് ആണ്. ഐ തിങ്ക് ഇച്ചിരി മുമ്പോട്ട് പോകണം. ഓക്കെ. പ്യുവർ ഓഫ് റോഡ്. ഹിമാലയൻ ആയതുകൊണ്ട് വിശ്വസിച്ച് പോകാം. ചർച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് ഗൈസ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഉച്ചയായിപ്പോയി, സോ ആ ഒരു വൈബ് മിസ്സിങ് ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. ആ പഴയ രീതിയിലുള്ള ബിൽഡിങ്ങും. ആലമ്പള്ളി എസ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ താഴേക്കാണ്, ഇവിടുന്ന് താഴേക്ക് ആലമ്പള്ളി എസ്റ്റേറ്റ്. ഇപ്പം നമ്മൾ ഈ സ്ട്രേറ്റ് റോഡ് പോയാലുണ്ടല്ലോ, ഇത് വാഗമണ്ണിന് പോകുന്ന വഴിയാണ്. അവിടെ ഒരു AVTയുടെ ഒരു ഫാക്ടറി ഉണ്ട്. ഗൈസ്, ഇതാണ് പശുപ്പാറ, AVTയുടെ പശുപ്പാറ എസ്റ്റേറ്റ്. അവിടത്തേക്കുള്ള ഇതാണ്, പശുപ്പാറയാണിത്. ലേബർ ക്ലബ്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഈ റൂട്ടാണ് ശരിക്കും വാഗമണ്ണിന് പോകുന്നത്. വാഗമണ്ണ് ഇതുവഴി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് അതുവഴി ആ താഴോട്ടുള്ള റൂട്ട്. ഗൈസ്, AVT പശുപ്പാറ. ലുക്ക്, പ്രൈവറ്റ് റോഡ്. ഇതെല്ലാം എസ്റ്റേറ്റിൻ്റെ പിന്നെ എല്ലാം
വാവ്. ഞാൻ ഈ ഒരു സ്പോട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ നല്ല ഫോട്ടോസ് എടുക്കാം. ഈ മരം, ഇവിടെ ഒരു ഗേറ്റ്, അത്യാവശ്യം ഒരു വൈബുള്ള പ്ലേസാണ്. ഇപ്പോൾ ആലമ്പുഴ എസ്റ്റേറ്റൊക്കെ നല്ലപോലെ ഓടുന്നുണ്ടോ? ഇവരും അതെടുത്തോ? പാട്ടത്തിലല്ലേ? ഞങ്ങൾ വരുന്നത് ആലപ്പുഴയാണ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ നല്ല രസമുള്ള സ്ഥലം. അധികം ആരും അലമ്പൊന്നുമില്ലല്ലോ ഇവിടെ, അങ്ങനെ അധികം ആൾക്കാർ ഒരു വിഷയമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇത്തിരി ചൂടായിട്ട് രാവിലെയൊക്കെ വന്നിരുന്നത് നല്ല രസമല്ലായിരുന്നു. രാവിലെ നല്ല വൈബായിരുന്നു. ഒന്നുമില്ല, വളരെ സമാധാനമുള്ള സ്ഥലം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ശരിക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും ക്രൗഡില്ല, പിന്നെ നമ്മളുടെ സ്പേസ് ഉണ്ട്, പിന്നെ നമുക്ക് പ്രൈവസി ഉണ്ട്. സോ ശരിക്കും ഒന്ന് മെൻ്റലി ഒക്കെ റിലാക്സ് ആവാൻ പറ്റിയൊരു പ്ലേസാണ്. സോ ഇതാരും മിസ് ചെയ്യല്. അതാണ് എനിക്ക് നിങ്ങൾക്കുള്ള സജഷൻ. ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ കാമാണ്, വളരെ കാം അറ്റ്മോസ്ഫിയർ ആണ്. അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ പ്ലേസ്.